ഈ സർക്കാരിന്റെ LDF ഗവൺമെന്റിന്റെ ഒന്നും രണ്ടും LDF ഗവൺമെന്റുകളുടെ പോളിസിയിൽ മദ്യനയത്തിൽ വലിയ വ്യതിചലനം നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പ്രകടന പത്രികയുടെ 21 പേജ് 851 ഖണ്ഡം പറയുന്നത് എന്താണ്? മദ്യവർജനം എന്നുള്ളതല്ല, ഘട്ടം ഘട്ടമായ മദ്യ നിരോധനം എന്ന് തന്നെയാണ് പറയുന്നത്. യശശരീരയായ KPSC ലളിതയും യശശരീരനായ ഇവരുടെ മുൻ MP കൂടിയായിട്ടുള്ള എന്താണ് നമ്മുടെ ഇന്നസെന്റിനെയും ഒക്കെ വെച്ചുകൊണ്ട് ഇവർ പരസ്യം ചെയ്തത് നമ്മൾ മറന്നുപോയോ? അന്ന് LDFന് 4 VT പരസ്യങ്ങളേ ഉള്ളായിരുന്നു. ആ 4 VT പരസ്യങ്ങളിൽ ഒരു പരസ്യം ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് KPSC ലളിത വന്നിരുന്നു പറയുന്നതായിരുന്നില്ലേ? നോക്കൂ, ഒരു പാർട്ടി സംസ്ഥാന ഭരണത്തിലേക്ക് പോകാൻ വരുന്ന ഒരു പാർട്ടി 4 VT പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ അതിലൊന്ന് മദ്യ നിരോധനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ആ മദ്യ നിരോധനവുമായി ബന്ധപ്പെട്ട ലിക്വർ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അവിടെ അവർ പറഞ്ഞ എന്താണ്? ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്നാണ്. ഇനി സ്കൂളുകളിൽ കൂടിയേ ബാർ തുറക്കാനുള്ളൂ എന്ന ഗതികേടിലെത്തിയില്ലേ? 28 ബാറുകളാക്കി UDF ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാറുകൾ അനുവദിച്ചാൽ മതി എന്ന തീരുമാനമായി UDF ഇറങ്ങിപ്പോയോടത്ത് നിന്ന് ഇന്ന് എത്ര ബാറുണ്ട് ശ്രീ M. ജയേന്ദ്രൻ? അങ്ങയുടെ ശ്രദ്ധയിലേക്കാണ് 900-ൽ പരം ബാറുകൾ ഈ സർക്കാർ വന്നതിന് ശേഷം സംസ്ഥാനത്തൊട്ടുക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ഇനി അടുത്തത്? സീസൺ ഓഫ് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇതിലെ ഇവരെ കള്ളി വെളിച്ചെത്താവൂ. നോക്കൂ, CNTG കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പോർട്ട് പ്രകാരം 612 കോടി രൂപ TOT പിരിക്കാനുണ്ട് ബാർ മുതലാളിമാരിൽ നിന്ന്. 612 കോടി രൂപ മുണ്ട് മുറുക്കി കൊടുക്കണമെന്നും കേന്ദ്രം തരാനുണ്ടെന്നും സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറയുമ്പോഴും ബാർ മുതലാളിമാരുടെ കിട്ടാനുള്ള പണം പിരിക്കാൻ ഈ സർക്കാരിന് ആർജവമേ ഇല്ല, അവർക്ക് കഴിവേയില്ല. മറ്റൊരു കൂട്ടരാരാണോ അറിയാമോ? 810 കോടി രൂപ പിരിച്ചെടുക്കാനുള്ള കോറി മുതലാളിമാരാണ്. അവർക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് അറിയാമോ? UDF പോകുമ്പോൾ 100 മീറ്റർ ചുറ്റളവിൽ, ജനവാസ മേഖലയിലെ 100 മീറ്റർ ചുറ്റളവിൽ എന്തുണ്ടാവാൻ പാടില്ല? കോറി ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പുതിയ കോറികൾ അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഇവർ വന്നു, TOT പിരിക്കുന്നില്ല, സർക്കാരിലേക്ക് വരാനുള്ള ഫണ്ട് പിരിക്കുന്നില്ല. പകരം ഇവരെന്ത് ചെയ്തു കൊടുത്തു? ഈ 100 മീറ്റർ എന്നത് വെട്ടിച്ചുരുക്കി 50 മീറ്റർ ആക്കി കൊടുത്തു. കച്ചവടമാണ്, ലാഭ കച്ചവടമാണ്. ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഇവർ ബാർ മുതലാളിമാരിൽ നിന്നൊക്കെ ആവശ്യത്തിൽ കൂടി ഫണ്ട് പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ചർച്ചകളിൽ ഞാൻ പറഞ്ഞതാണ്, 610 കോടി രൂപ TOT പിരിക്കാനുള്ളിടത്താണ് പാർട്ടി ഫണ്ട് പിരിക്കാൻ ചീഫ് സെക്രട്ടറിമാരെ ഇവർ ഉപയോഗിച്ചത്. ഇന്ന് അത് നേരെ തിരിച്ചു കടിക്കുകയാണ് ഇവരെ എന്നതിൽ സംശയം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ശ്രീ MG അടക്കം പറയുന്നു ഞങ്ങൾ ആലോചിക്കാത്തൊരു മദ്യനയത്തെ പറ്റി നിങ്ങൾ എന്തിനാണ് കോൺഗ്രസെ, നിങ്ങൾ എന്തിനാണ് മീഡിയ വണ്ണെ, നിങ്ങൾ എന്തിനാണ് അജിംസെ, എന്തിനാണ് വസന്തയെ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വിവാദം ഉണ്ടാകുന്നതിന് ഒരാഴ്ചക്കാലം മുമ്പ് മാതൃഭൂമി, മീഡിയ വൺ, ന്യൂസ് 18, മനോരമ അടക്കം എത്രയോ ചാനലുകൾ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സൈസ് മന്ത്രി ശ്രീ MP രാജേഷ്, നേരത്തെ അദ്ദേഹം പറഞ്ഞു ഭയങ്കരമായിട്ട് ആക്രമിക്കപ്പെടുന്ന MP രാജേഷ് ഇന്നത്തെ പോലെ വിദേശത്ത് ടൂറിലല്ലായിരുന്നല്ലോ, അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഇനി അദ്ദേഹം ഇല്ലെങ്കിൽ നിങ്ങളുടെ CPM-ന്റെ വാദപ്രകാരം ആ വകുപ്പ് വഹിക്കുന്ന സെക്രട്ടറി കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഞങ്ങൾ ആലോചിക്കാത്ത ഒരു ഡ്രൈ ഡേ പിൻവലനത്തെ പറ്റി, ഞങ്ങൾ ആലോചിക്കാത്ത ഒരു മദ്യനയത്തെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയാതിരുന്നത്? അപ്പോൾ വളരെ കൃത്യമാണ്, മദ്യനയത്തിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ നവകേരള യാത്രയിൽ അടക്കം ഇവർ ഫണ്ട് കളക്ട് ചെയ്തു. നവകേരള യാത്രയിൽ അടക്കം ഇവർ അഡ്വാൻസ് കൈപ്പറ്റി. അതിപ്പോൾ നടപ്പിലാക്കാൻ പറ്റാതെ വരുമ്പോൾ ബാർ മുതലാളിമാർ വിവരങ്ങൾ വിളിച്ചു പറയുന്നു. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു, 10 സെക്കൻഡ്. അനിമോന്റെ ക്രെഡിബിലിറ്റിയെ പറ്റിയായിരുന്നല്ലോ ഇവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ അനിമോനെ വിശ്വസിച്ചാണ് UDF കാലത്ത്, ഇതേ അനിമോന്റെ വാക്ക് കേട്ടാണ് ഇവർ സെക്രട്ടേറിയറ്റ് വലയാനും തിരുവനന്തപുരം മുഴുവൻ കലാപക്കലമാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. അന്ന് ഇതുപോലെ വിളിച്ചു പറഞ്ഞ മറ്റൊരു ബാർ മുതലാളിയുണ്ട്. ആ ബാർ മുതലാളി ഇന്ന് LDF-ലെ ഘടകകക്ഷിയുടെ പാർട്ടി ചെയർമാനാണ്. പിണറായി വെച്ചു കൊടുത്ത കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവുമായി അദ്ദേഹം സവിസ്തരം വിഹരിക്കുന്നുമുണ്ട്. അപ്പൊ മനസ്സിലാവും ആരാണ് ബാർ മുതലാളിമാരുടെ കൂടെ. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.